റെഡ് സീ കത്തിയെരിയുകയാണ്. ലോകത്തിലെ ഏറ്റവും ശക്തരായ നാവികസേനകൾ അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴിത്തിരിവിനായി പരക്കം പായുന്നു. ആഗോള വ്യാപാര പാതകൾ മാറിമറിയുമ്പോൾ ശാന്തമായിരുന്ന നമ്മുടെ കേരളത്തിൻ്റെ തീരങ്ങൾ പെട്ടെന്ന് ലോകത്തിലെ ഏറ്റവും വലിയ തന്ത്രപ്രധാന മേഖലയായി മാറുകയാണ്. എന്തുകൊണ്ടാണ് ലോകശക്തികൾ കേരളത്തിലെ ആഴക്കടൽ തുറമുഖങ്ങളിലേക്ക് കണ്ണുവയ്ക്കുന്നത്? ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ നിലനിൽപ്പിൻ്റെ താക്കോൽ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ കൈകളിലാണോ? നിങ്ങൾക്കറിയാമോ, ലോകവ്യാപാരത്തിൻ്റെ വലിയൊരു ശതമാനവും കടന്നുപോകുന്ന സൂയിസ് കനാലിലേക്കുള്ള കവാടമായ ബാബൽ മന്ദേബ് ഇന്ന് യുദ്ധക്കളമാണ്. അവിടെ വീഴുന്ന ഓരോ മിസൈലും ആഗോള സമ്പദ് വ്യവസ്ഥയുടെ നെഞ്ചിലേക്കാണ് തറയ്ക്കുന്നത്. പക്ഷേ ഈ കളിയിൽ അപ്രതീക്ഷിതമായി കടന്നു വന്ന ഒരു പുതിയ കളിക്കാരനുണ്ട്. അത് കേരളമാണ്. പശ്ചിമേഷ്യയിലെ ചോരപ്പുഴകളിൽ നിന്ന് രക്ഷപ്പെടാൻ കപ്പലുകൾക്ക് കേരളക്കര ഒരു പുതിയ താവളമാവുകയാണോ? കേരളത്തിൻ്റെ മനോഹരമായ കടൽ തീരങ്ങളിൽ ഇനി വിനോദസഞ്ചാരികൾ മാത്രമല്ല, അത്യാധുനിക ബ്രഹ്മോസ് മിസൈലുകളും റഡാറുകളും കാവലിരിക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് അതിക്രമിച്ചു കയറാൻ ശ്രമിക്കുന്ന ശത്രു രാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ ഒരു ഇരുമ്പ് തിരശ്ശീല തീർക്കുകയാണോ? നമുക്ക് പരിശോധിക്കാം എന്തുകൊണ്ടാണ് കേരളം ഈ ആഗോള പവർ പ്ലേയിലെ കേന്ദ്ര ബിന്ദുവാകുന്നത് എന്ന്. നമുക്കറിയാം, റെഡ് സീ അഥവാ ചുവന്ന കടൽ ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ പാതയാണിത്. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായി ഈ പ്രദേശത്ത്, പ്രത്യേകിച്ച് ബാബൽ മന്ദേബ് ഇടുക്കിൽ നടക്കുന്ന അക്രമങ്ങളും അസ്ഥിരതയും കാരണം ലോക വ്യാപാരത്തിൻ്റെ ഏകദേശം 40% വഴിമാറി ഒഴുകാൻ നിർബന്ധിതരായിരിക്കുന്നു. പരമ്പരാഗതമായി സൂയിസ് കനാൽ വഴി പോയിരുന്ന ഭീമൻ ചരക്ക് കപ്പലുകൾ ഇപ്പോൾ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തെ മുഴുവൻ ചുറ്റി കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി അതിദീർഘമായ യാത്ര നടത്തുകയാണ്. ഈ വഴിമാറ്റം കപ്പലുകളുടെ യാത്രാ സമയം ആഴ്ചകളോളം വർദ്ധിപ്പിച്ചു. ഒപ്പം ഇന്ധനച്ചെലവും ഇൻഷുറൻസ് തുകയും കുതിച്ചുയർന്നു. ഇവിടെയാണ് നമ്മൾ കണക്കുകൾ കൂട്ടി നോക്കേണ്ടത്. ആഫ്രിക്ക ചുറ്റി വരുന്ന ഈ കപ്പലുകൾക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏറ്റവും സുരക്ഷിതവും സൗകര്യപ്രദവുമായ ഒരു മിഡ്വേ പോയിന്റ് അഥവാ ഇന്ധനം നിറയ്ക്കാനും അറ്റകുറ്റപ്പണികൾ നടത്താനുമുള്ള ഒരു താവളം അത്യന്താപേക്ഷിതമായി മാറുന്നു. സിംഗപ്പൂരിനും ദുബായിക്കുമൊക്കെ മധ്യത്തിലായി കൃത്യമായ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ സ്വന്തം ദൈവത്തിൻ്റെ നാട്. കേരളത്തിലെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പോലുള്ള ആഴക്കടൽ തുറമുഖങ്ങൾക്ക് ഈ കപ്പലുകളെ ഉൾക്കൊള്ളാൻ അസാധാരണമായ ശേഷിയുണ്ട്. പ്രകൃതിദത്തമായി തന്നെ വലിയ ആഴമുള്ള തീരങ്ങളാണ് വിഴിഞ്ഞത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ ഡ്രഡ്ജിംഗ് നടത്താതെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ മദർഷിപ്പുകൾക്ക് ഇവിടെ അടുക്കാം. ഗൾഫ് ഓഫ് ഏദനിലും അറബിക്കടലിലും നടക്കുന്ന സമുദ്ര കവർച്ചകളും ഡ്രോൺ ആക്രമണങ്ങളും കാരണം വിദേശ നാവികസേനകൾക്ക് അവരുടെ യുദ്ധക്കപ്പലുകൾക്ക് ലോജിസ്റ്റിക്സ് പിന്തുണ നൽകാൻ വിശ്വസിക്കാവുന്ന ഒരു കേന്ദ്രം വേണം. അമേരിക്ക, ഫ്രാൻസ്, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ നാവികസേനകൾ ഇന്ത്യൻ തീരങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ തീരങ്ങളിലേക്ക് കൂടുതൽ താൽപ്പര്യം കാണിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഇതാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഇത് വലിയൊരു തന്ത്രപരമായ വിജയമാണ്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കപ്പൽ പാതകളിലൊന്ന് നമ്മുടെ നിയന്ത്രണത്തിലോ നിരീക്ഷണത്തിലോ വരുന്നു എന്നത് ചെറിയ കാര്യമല്ല. പക്ഷേ ഇത് കേവലം ബിസിനസ് മാത്രമല്ല, ഇതിന് പിന്നിൽ വലിയൊരു സൈനിക തന്ത്രമുണ്ട്. ഇതിനെ നമുക്ക് ആൻറ്റി ആക്സസ് ഏരിയ ഡിനയൽ എന്ന് വിളിക്കാം. അതായത് ഒരു പ്രത്യേക പ്രദേശത്തേക്ക് ശത്രുക്കളുടെ പ്രവേശനം തടയുക, അല്ലെങ്കിൽ അത് അങ്ങേയറ്റം അപകടകരമാക്കുക. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയുടെ സ്വാധീനം വർദ്ധിച്ചു വരുന്നത് നാം കാണുന്നുണ്ട്. ശ്രീലങ്കയിലെ ഹമ്പൻതോട്ട തുറമുഖവും പാകിസ്ഥാനിലെ ഗ്വാദർ തുറമുഖവുമൊക്കെ ഇതിൻ്റെ ഉദാഹരണങ്ങളാണ്. ഈ സാഹചര്യത്തിലാണ് കേരള തീരങ്ങളെ ഒരു സൈനിക പ്രതിരോധ കോട്ടയാക്കി മാറ്റാൻ ഇന്ത്യ തയ്യാറാകുന്നത്. ഇതിനായി നമ്മൾ ചെയ്യുന്ന പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. ബ്രഹ്മോസ് എക്സ്റ്റൻഡഡ് റേഞ്ച് തീരദേശ ബാറ്ററികൾ. കേരളത്തിൻ്റെ തന്ത്രപ്രധാനമായ തീരങ്ങളിൽ അത്യാധുനിക ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലുകൾ വിന്യസിക്കപ്പെടുകയാണ്. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർസോണിക് മിസൈലായ ബ്രഹ്മോസിന് കടലിലെ ഏത് ലക്ഷ്യത്തെയും നിഷ്പ്രയാസം തകർക്കാൻ കഴിയും. അറബിക്കടലിലൂടെ കടന്നുപോകുന്ന ഏതൊരു ശത്രു കപ്പലിനും ഇതൊരു വലിയ മുന്നറിയിപ്പാണ്. 2. അതിവേഗ റഡാർ സംവിധാനങ്ങൾ. തീരപ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള അത്യാധുനിക ലോങ് റേഞ്ച് റഡാറുകൾ വഴി കടലിലെ ഓരോ ചലനവും തത്സമയം നിരീക്ഷിക്കാൻ സാധിക്കും. ഇത് ഇന്ത്യക്ക് പൂർണ്ണമായ ഒരു മേൽക്കൈ നൽകുന്നു. 3. P-8I നെപ്റ്റ്യൂൺ നിരീക്ഷണ വിമാനങ്ങൾ. തമിഴ്നാട്ടിലെ ആരക്കോണത്തുള്ള INS രാജാളിയിൽ നിന്നോ കൊച്ചിയിലെ നാവികസേന താവളത്തിൽ നിന്നോ പറന്നുയരുന്ന P-8I ബോയിങ് വിമാനങ്ങൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ മുക്കിലും മൂലയിലും എന്താണ് നടക്കുന്നത് എന്ന് കൃത്യമായി കണ്ടെത്തും. ഇവയ്ക്ക് അന്തർവാഹിനികളെ വരെ കണ്ടെത്തി തകർക്കാനുള്ള ശേഷിയുണ്ട്. ചുരുക്കത്തിൽ
കേരളത്തിൻ്റെ തീരം കേന്ദ്രീകരിച്ച് ഇന്ത്യ ഒരു മാരിടൈം അയൺ കർട്ടൻ അഥവാ ഒരു സമുദ്ര ഇരുമ്പ് തിരശീല സൃഷ്ടിക്കുകയാണ്. ഇതിലൂടെ ഒരു ശത്രുവിനും ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഹൃദയഭാഗത്തേക്ക് അതിക്രമിച്ച് കയറാൻ കഴിയില്ല. വിദഗ്ധർ പ്രവചിക്കുന്നത് 2030 ആകുമ്പോഴേക്കും ഇൻഡോ പസഫിക് മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാരിടൈം ഗേറ്റ്വേ ആയി കേരളം മാറുമെന്നാണ്. വിഴിഞ്ഞവും കൊച്ചിയും ഉൾപ്പെടുന്ന ഈ തീരപ്രദേശം ലോക വ്യാപാരത്തിൻ്റെ നെടുംതൂണായി മാറും. കേരളത്തിൻ്റെ തീരങ്ങളെ മാത്രം കേന്ദ്രീകരിച്ചല്ല ഇന്ത്യ ഈ കളി കളിക്കുന്നത്. ഇതിന് മറ്റൊരു വലിയ വശം കൂടിയുണ്ട്. നമ്മൾ ഭൂപടത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ കിഴക്കേ അറ്റത്ത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളും പടിഞ്ഞാറ് ലക്ഷദ്വീപും കാണാം. ഈ രണ്ട് ദ്വീപ് സമൂഹങ്ങൾക്ക് നടുവിലാണ് നമ്മുടെ കേരളം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയാണ് ഇന്ത്യയുടെ ഡബിൾ ഫിഷ് ഹുക്ക് തന്ത്രം ഒളിഞ്ഞിരിക്കുന്നത്. കിഴക്ക് മലാക്ക കടലിടുക്കിലൂടെ വരുന്ന ചൈനീസ് കപ്പലുകളെ നിരീക്ഷിക്കാൻ ഇന്ത്യ ഇപ്പോൾ ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിൽ വലിയൊരു അന്താരാഷ്ട്ര ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖവും സൈനിക താവളവും നിർമ്മിക്കുകയാണ്. ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പടിഞ്ഞാറോട്ട് കടക്കാൻ ശ്രമിക്കുന്ന കപ്പലുകൾ വന്നു നിൽക്കുന്നത് എവിടെയാണെന്നറിയാമോ? നമ്മുടെ കേരളത്തിൻ്റെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ തൊട്ടടുത്താണ്. അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കടക്കുന്നതിനും പുറത്ത്